നമസ്കാരം. കേരളവാണി വാർത്തകളിലേക്ക് സ്വാഗതം. വാതിലിൽ മുട്ടുന്നവരുടെ സ്വരം കേൾക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ഐക്യരാഷ്ട്രസഭ ജൂൺ മാസം 20 ലോക അഭയാർത്ഥി ദിനമായി ആഘോഷിക്കുന്ന വേളയിൽ സ്വന്തം ദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന സഹോദരങ്ങളുടെ നിലവിളികൾ കേൾക്കുവാനും അവരെ സ്വീകരിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അഭ്യർത്ഥന നടത്തി. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുദ്ധങ്ങൾ മൂലവും ക്ഷാമം മൂലവും കുടിയിറക്കപ്പെടുകയും പലായനം ചെയ്യുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആത്മീയ ആചാര്യനും രാഷ്ട്രാധിപതിയുമാണ് ഫ്രാൻസിസ് പാപ്പ. സമാധാനവും സുരക്ഷിതത്വവും തേടി വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്ന എല്ലാവരുടെയും നേരെ ശ്രദ്ധയും സാഹോദര്യവും തിരിക്കാനുള്ള അവസരമായിരിക്കും ഈ ലോക അഭയാർത്ഥി ദിനമെന്ന് പാപ്പ ആശംസിച്ചു. നമ്മുടെ വാതിലുകളിൽ മുട്ടുന്നവരെ സ്വാഗതം ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ അനുധാവനം ചെയ്തുകൊണ്ട് കൂട്ടായ്മയിലേക്ക് നയിക്കുവാനുള്ള വിളിയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മാനുഷികമായ പരിഗണനകളും സ്വീകാര്യതയും ഇവർക്ക് വേണ്ടി ഉറപ്പുവരുത്തണമെന്നും ഇത്തരം പ്രക്രിയകൾ സുഗമമാക്കണമെന്നും സർക്കാരുകളോടും പാപ്പ അഭ്യർത്ഥിച്ചു. സേവ് പെരിയാർ മതബോധന വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു. പെരിയാറിലുണ്ടായ മലിനീകരണം മൂലം മത്സ്യസമ്പത്തിനുണ്ടായ നാശനഷ്ടത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വരാപ്പുഴ അതിരൂപതയിലെ വിവിധ ഇടവകളിലെ മതബോധന വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു. ഇടവകകളിലെ വികാരിമാരും BCC കേന്ദ്ര സമിതി അംഗങ്ങളും മതബോധന വിഭാഗവും മറ്റ് സംഘടനാ ഭാരവാഹികളും പോസ്റ്റ് കാർഡ് ക്യാമ്പയിന് നേതൃത്വം നൽകി. ഹരിതം 2024 ഉദ്ഘാടനം ചെയ്തു. വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ സംഘടിപ്പിച്ച ഹരിതം 2024 ജൂൺ 16 പെരുമാനൂർ സെയിന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള കാർഷിക വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി കമ്മീഷൻ ഡയറക്ടർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വരാപ്പുഴ അതിരൂപത നിയുക്ത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി വാലങ്കൽ അവാർഡ് ദാനം നിർവഹിച്ചു. ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. TJ വിനോദ് MLA മുഖ്യാതിഥിയായിരുന്നു. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ഇടവകളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്താരാഷ്ട്ര ഗാർഹിക തൊഴിലാളി ദിനം ആചരിച്ചു. ഗാർഹിക തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും തൊഴിൽ സുരക്ഷയും ഏർപ്പെടുത്തണമെന്ന് കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ഗാർഹിക തൊഴിലാളി ദിനത്തിനോടനുബന്ധിച്ച് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം KCBC ലേബർ കമ്മീഷൻ സെക്രട്ടറി ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് അധ്യക്ഷയായിരുന്നു. ഗാർഹിക തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്ന വിധം നടത്തുന്ന നിയമനിർമ്മാണ ശ്രമങ്ങളെ യോഗം അഭിനന്ദിച്ചു. നെടുങ്ങാട് പഴയ പള്ളിപ്പാലം പൊളിച്ചു നീക്കം ചെയ്യാത്തതിലും അധികൃതരുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ. പുതിയ പാലത്തിന്റെ നിർമ്മാണം 4 വർഷക്കാലം പിന്നിട്ടിട്ടും പഴയ പാലം പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി പഴയ പാലത്തിന് മുകളിൽ നിൽപ്പ് സമരം നടത്തി. ആക്ഷൻ കൗൺസിൽ ചെയർമാനും സെയിന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ബെന്നി പെരിങ്ങോട്ട് നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. നെടുങ്ങാട് പഴയ പള്ളിപ്പാലം പൊളിച്ചു നീക്കം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന കാലതാമസം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ആക്ഷൻ കൗൺസിൽ. ഇന്നലെ പറവൂർ PWD പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആക്ഷൻ കൗൺസിൽ ഉപരോധിച്ചു. നാളിതുവരെയുള്ള പാലം പൊളിച്ചു നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള രേഖകൾ കാണുകയും പാലം പൊളിക്കാൻ പഞ്ചായത്തിന്റെയും KCB വിഭാഗത്തിൽ നിന്നും ജല അതോറിറ്റി വിഭാഗത്തിൽ നിന്നും കടുത്ത അനാസ്ഥ ഉണ്ടായതായി തെളിഞ്ഞു. വേണ്ട തുടർ നടപടികൾ എടുക്കാനും ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. വാർത്തകൾ സമാപിച്ചു. നന്ദി.